കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി മലയോര മേഖലയിലെത്തി. വൈകിട്ട് 4:30യോടെ ആയൂരിൽ നിന്നുമാണ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആരംഭിച്ചത്. കിഴക്കൻ മേഖലയിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ അഞ്ചലിൽ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി എത്തിയത്. ഭാരത് പദ്ധതി വഴി 37 കോടിയിലധികം ഗുണഭോക്താക്കളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കിയത് മോദിയുടെ ഗ്യാരണ്ടി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും 10% സംവരണം ഏർപ്പെടുത്തിയത് മോദിയുടെ ഗ്യാരണ്ടി. 51 ലക്ഷത്തിൽ പരം തെരുവോര കച്ചവടക്കാർക്ക് പ്രധാനമന്ത്രി സ്വനിധി കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 4 കോടി കർഷകർക്ക് 4.7 ലക്ഷം കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കിയത് മോദിയുടെ ഗ്യാരണ്ടി. കോവിഡ് കാലത്ത് സൗജന്യ വാക്സിൻ ലഭ്യമാക്കിയത് മോദിയുടെ ഗ്യാരണ്ടി. തലചായ്ക്കാൻ ഇടമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ കെട്ടുറപ്പുള്ള വീട് സമ്മാനിച്ചത് മോദിയുടെ ഗ്യാരണ്ടി. വിപ്ലവകരമായി ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയത് മോദിയുടെ ഗ്യാരണ്ടി. റെയിൽവേ വികസനം, വന്ദേ ഭാരത് ട്രെയിൻ, മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി, പുതിയ കേരളം എന്ന സന്ദേശവുമായി കൊല്ലം ലോകസഭാ മണ്ഡലത്തിലും കൈപ്പള്ളിമുക്ക്, പനച്ചിവിള, അഞ്ചൽ ചന്തമുക്ക് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകരും നേതാക്കളും സ്വീകരണം നൽകി. അധ്വാനത്തിന്റെ വിയർപ്പുതുള്ളികൾ വീഴ്ത്തി ആരോഗ്യമുള്ള ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് അനാരോഗ്യത്തിന്റെ വാർദ്ധക്യകാലത്ത് ജീവിക്കുവാനും അവശ്യ മരുന്നുകൾ വാങ്ങുവാനും ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതെ കണ്ണീരിന്റെ കാണാക്കയങ്ങൾ സമ്മാനിച്ച പിണറായി സർക്കാരിനോട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെലുത്തിവരുന്ന ഇവിടെ നിന്നും ആറോ ജംഗ്ഷൻ വഴി ഏരൂർ പഞ്ചായത്ത് അതിർത്തിയായ ആലഞ്ചേരിയിലെത്തിയപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ ആരതി ഒഴിഞ്ഞും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ താമര കൊണ്ടുള്ള മാലയണിയിച്ചുമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഉള്ളതുകൊണ്ട് ആ തുണി അടുത്ത് കൊണ്ടുകൊണ്ട് കത്തിപ്പിടിക്കും. മാറ്റിക്കോ, അതൊന്ന് മാറ്റി പിടിക്കുക, വിളക്കൊന്ന് മാറ്റി പിടിക്കണം. ഒരു സെക്കൻഡ് ബോളിൽ ഫോട്ടോ എടുക്കാം. മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും താൻ ജയിച്ചാൽ കൊല്ലം ജില്ലയെ കേരളത്തിലെ 1ാമത്തെ ജില്ലയാക്കി ഉയർത്തുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കൊല്ലം മണ്ഡലത്തിൽ നമുക്ക് എപ്പോഴും ഇന്ന് ഭാരതത്തിന്റെ നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന വികസന മന്ത്രമാണ്. അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ ഭാരതം മുഴുവൻ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കൊല്ലത്തിൽ ധാരാളം വികസന സാധ്യതയുള്ള കൊല്ലം മണ്ഡലത്തെ കേരളത്തിലെ 1ാം നമ്പർ ജില്ലയാക്കുന്നതാണ് എന്റെ വാഗ്ദാനം. കൊല്ലം മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു, സെക്രട്ടറി ഗിരീഷ് അമ്പാടി, സംസ്ഥാന കൗൺസിൽ അംഗം ആയൂർ മുരളി, മണ്ഡലം ഭാരവാഹികളായ ബാലചന്ദ്രൻ പിള്ള, സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുളത്തൂപ്പുഴയിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം അവസാനിച്ചത്. നാട്ടുവാർത്ത, അഞ്ചൽ.